ഹലോ, എല്ലാവർക്കും ഇവോറ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു എംബ്രോയിഡറി സ്റ്റിച്ചും അത് വെച്ചിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലത്തെ നല്ല ഭംഗിയുള്ളൊരു പൂവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതുമാണ്. ബുള്ളിയൻ നോട്ട് എന്നാണ് ഈ സ്റ്റിച്ചിൻ്റെ പേര്. ഇത് ചെയ്യാൻ വേണ്ടി ഞാനൊരു ചെറിയ ലൈൻ വരച്ചു. പിന്നെ എടുത്തിരിക്കുന്നത് ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡാണ്. അത് സൂചിയുടെ ഒരു ഭാഗത്ത് കോർത്തു, അതിൻ്റെ അപ്പുറത്തെ അറ്റത്ത് ഒരു ചെറിയ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ലൈൻ വരച്ചതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് എത്ര ലെങ്ത്തിലാണോ നമുക്ക് ഈ നോട്ട് വേണ്ടത് അത്രയും ലെങ്ത്തിൽ സൂചി ഇതുപോലെ കുത്തിയെടുത്ത് ഒരു വിരലുകൊണ്ട് സൂചി ഹോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക. ഞാനിതിപ്പം 10 ചുറ്റാണ് ചുറ്റുന്നത്. എന്നിട്ട് ആ ചുറ്റിയ ലൂപ്പിൽ പിടിച്ചുകൊണ്ട് സൂചി പതുക്കെ മുകളിലോട്ടേക്ക് തിരിച്ച് വിരിച്ചെടുക്കുക. എന്നിട്ട് വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് കിട്ടും. അതവിടെ കുത്തി ഉറപ്പിക്കുക. ഇതാണ് ബുള്ളിയൻ നോട്ട്. എന്നിട്ട് തുണിയുടെ അടിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കണം. ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ആദ്യം ഞാൻ പേപ്പറിൽ വരച്ച് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം സെൻറ്ററിൽ ഇതുപോലൊരു ബുള്ളിയൻ നോട്ട് ഇടുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ഓരോരോ ബുള്ളിയൻ നോട്ട് ഇടുക. പിന്നെ ഇതുപോലെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടു കൊടുക്കണം. അവസാനത്തെ ലൂപ്പ് അവിടെയാണ് വന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ആർച്ച് ഷേപ്പിൽ ഒരു ബുള്ളിയൻ നോട്ട് ഇടുക. പിന്നെ ആ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് തൊട്ടടുത്ത് വെച്ചിട്ട് അടുത്ത സ്റ്റിച്ച് ഇടുക. പിന്നെ ആ ആദ്യത്തെ സ്റ്റിച്ച് തീർന്ന സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അടുത്ത സ്റ്റിച്ച്. പിന്നെ അതിൻ്റെ തൊട്ട് മുന്നത്തെ സൈഡിൽ നിന്ന് അടുത്ത സ്റ്റിച്ച്. ഇത് ഞാൻ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വരുന്നതെന്ന്. ഓരോ സ്റ്റിച്ചും എൻഡ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ലാസ്റ്റ് സ്റ്റിച്ച് വന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലാണ് വന്ന് നിൽക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ സെൻറ്ററിൽ വരുന്ന ബുള്ളിയൻ നോട്ടിന് ഞാൻ 8 ചുറ്റാണ് ചുറ്റുന്നത്, സൂചിക്ക് ചുറ്റും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അടുത്തത് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടെ ഒരു 11 ചുറ്റ് ചുറ്റിയിട്ട് അടുത്ത ബുള്ളിയൻ നോട്ട് ചെയ്യും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ തന്നെ ചെയ്യും. അടുത്ത റൗണ്ടിൽ ഞാൻ എല്ലാ ബുള്ളിയൻ നോട്ടിനും 14 പ്രാവശ്യമാണ് സൂചിയിൽ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചിത്രത്തിൽ വരച്ച് കാണിച്ച പോലെ ഓരോ ബുള്ളിയൻ നോട്ടും ചെയ്തെടുക്കുക.
ഇതാ ഇപ്പം നമ്മൾ ഈ ഫ്ലവർ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇതിലും വലിയ ഫ്ലവർ വേണമെങ്കിൽ ഒരു റൗണ്ടും കൂടി ചെയ്തെടുത്താൽ മതി. ഒരു വലിയ ഫ്ലവർ ചെയ്യുന്ന വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരു ഫുൾ റൗണ്ടും കൂടി ചെയ്തെടുക്കുക. അങ്ങനെ ഞാനൊരു ഫുൾ റൗണ്ടും കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ മുമ്പ് ബുള്ളിയൻ റോസ് വെച്ച് സാരി ഡിസൈൻ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.